രണ്ടുപേര് സ്വർണം പൊട്ടിക്കൽ ഇത് ബോംബെ എത്തിക്കേണ്ട സാധനം അവർ കസ്റ്റംസിന് ഒറ്റിക്കൊടുത്ത് പിടിപ്പിച്ചു. ഈ UAE കോൺസുലേറ്റിൽ കൂടെ സ്വർണം ഇറക്കി 21 തവണ ഇറക്കിയിട്ടുണ്ടെന്ന്. ഓക്കെ, UAE നയതന്ത്ര ചാനലിലൂടെ നയതന്ത്ര ചാനൽ വന്നിട്ടുണ്ട്. അതിൽ അവസാനത്തെ വന്ന ഒരു കൺസൈൻമെൻ്റ് ആണ് പിടിക്കുകയൊക്കെ ചെയ്ത് പ്രശ്നമായത്. അപ്പോൾ ബാക്കി സ്വർണ്ണം ഇവിടെ പോയി, ആര് കൊണ്ടുപോയി? പണമുള്ളവരെയും മിസ്സിങ് ആകുന്നുണ്ട്, റിയൽ എസ്റ്റേറ്റ് സ്വർണ്ണമായിട്ട് ബന്ധമുള്ളവരും മിസ്സിങ് ആകുന്നുണ്ട്, ധാരാളം സംഭവങ്ങളുണ്ട്. ഇതിനൊന്നും നമുക്ക് ഒരു കൃത്യമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴും നടക്കുന്നില്ല എന്നുള്ളത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. അർജുൻ ആയങ്കി അതുപോലെ ഒട്ടേറെ ഗുണ്ടകൾ കേരളത്തിൽ കുപ്രസിദ്ധരായുണ്ട്. ഇവരുടെയൊക്കെ തന്നെ ക്രൈം പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടേറെ കാര്യങ്ങൾ അതിലേക്ക് കടന്നു വരുന്നുണ്ട്. സ്വർണം പൊട്ടിക്കലുണ്ട്, വധഭീഷണിയുണ്ട്, കൊലക്കേസുകളുണ്ട്. ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണോ? എന്താണ് ഇവരുടെ പ്രവർത്തന രീതി? എവിടെ നിന്നാണ് ഇവർക്ക് സപ്പോർട്ട് ലഭിക്കുന്നത്? പരിശോധിക്കാൻ നമ്മോടൊപ്പം ചേരുന്നു മുൻ SP ശ്രീ ജോർജ് ജോസഫ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ശ്രീ, ഗുണ്ടകൾ ഇത്രയേറെ കേരളത്തിൽ വ്യാപകമായിട്ടുണ്ടോ അവരുടെ പ്രവർത്തനം എന്നുള്ളത് പലരും സംശയത്തോടുകൂടി നോക്കുകയാണ്. കാരണം കേരളം, നമ്മൾ വളരെ സമാധാനത്തോടെ ജീവിക്കുന്നവർ, നമുക്ക് കുറച്ച് പൊളിറ്റിക്സും കുറച്ച് സർക്കാർ ജോലിയും അല്ലെങ്കിൽ ബിസിനസ്സും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് പണ്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെയാണ് ഈ സ്വർണം എന്നും ഒരു എന്താണ് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു ലോകമാണ്. സ്വർണം വരുന്നു, സ്വർണം പൊട്ടിക്കൽ വരുന്നു, വധക്കേസുകൾ ഒക്കെ നമുക്ക് അറിയാം, ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്താണ് ഈ സ്വർണം പൊട്ടിക്കലും ഗുണ്ടകളുടെ പ്രവർത്തന രീതിയും എന്നാണ് അങ്ങ് മനസ്സിലാക്കിയിട്ടുള്ളത്? അല്ല, നമ്മൾ സ്വർണം ഇന്ത്യയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങുന്നതും ധരിക്കുന്നവർ ഇന്ത്യക്കാരാണ്, പിന്നെ പാകിസ്ഥാൻകാരാണ്. അപ്പം ഇന്ത്യയിലെ സ്വർണത്തിന് എപ്പോഴും വലിയ ഡിമാൻഡ്, പ്രത്യേകിച്ച് കേരളത്തിലും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ കേരളത്തിലൊക്കെ എന്തുമാത്രം സ്വർണ്ണക്കടയുണ്ട്. പക്ഷേ ഈ സ്വർണം അവർ ലീഗലായിട്ട് പർച്ചേസ് ചെയ്തതിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലും സ്വർണം വിറ്റ് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ സ്വർണം വരുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്വർണം അവിടുന്ന് പല സൗദി അറേബ്യ ഇവിടുന്നൊക്കെ ദാവൂദ് ഇബ്രാഹിം, ബോംബെ അണ്ടർവേൾഡൊക്കെയാണ് അത് ഇപ്പോഴും അവർ തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അണ്ടർവേൾഡിന്റെ നിയന്ത്രണത്തിൽ ഈ നമ്മുടെ നാട്ടിലേക്ക് സ്വർണ്ണം വരുന്നുണ്ട്. അപ്പോൾ അത് നേരത്തെ വന്നുകൊണ്ടിരുന്നത് ഇപ്പോഴും അത് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ വന്നുകൊണ്ടിരുന്നത് അത് ദുബായിൽ നിന്ന് കടൽ വഴി വരികയാണ്. അപ്പോൾ അതൊരു 3-4 കോൺട്രാക്റ്റാണ് വരുന്നത്. അത് കേരളത്തിലും വരും. ഇന്ത്യയുടെ ഈ അറേബ്യൻ സീയുടെ അടുത്തുള്ള പോർട്ടുകളിലെ ചെറിയ പോർട്ടുകളൊക്കെ വന്ന് അവർ കൊണ്ട് ലാൻഡ് ചെയ്യും. വിശാഖപട്ടണത്തും ലാൻഡ് ചെയ്തിട്ടുണ്ട്, കേരളത്തിൽ പല സ്ഥലത്തും ലാൻഡ് ചെയ്തിട്ടുണ്ട്, മലബാർ തീരത്തും ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബോംബെ വരെ ഉള്ള സ്ഥലം, മഹാരാഷ്ട്രയുടെ തീരത്തും കർണാടക തീരത്തും ഒക്കെ അതൊരു കോൺട്രാക്റ്റാണ്. അവരെങ്ങനെയായിരിക്കും അത് കൊണ്ടുവരുന്നത്? അവർ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഓരോ ജോലി, അത് ദുബായിൽ നിന്നാണ് ഇത് കൂടുതലും വരുന്നത്. അവിടുന്ന് ഒരു കോൺട്രാക്റ്റ് പുറംകടലിൽ എത്തിക്കും, ഉരുക്കുകളെ കൊണ്ടുവരും. അതിനുശേഷം പുറംകടലിൽ നമ്മുടെ കോസ്റ്റൽ തീരത്തിൻ്റെ അടുത്ത് വരെ കൊണ്ടുവരും. അവിടുന്ന് വീണ്ടും ഒരു കോൺട്രാക്റ്റിൽ തീരത്ത് കൊണ്ട് എറിഞ്ഞിട്ടിട്ട് പോകും. അതായത് അന്യദേശത്ത് നിന്നും നമ്മുടെ 3-4 കോൺട്രാക്റ്റിലാണ് ഇവിടെ വരുന്നത്. ഓരോ ടീമായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഈ ബാറ്റൺ കൈമാറുന്നത് പോലെ. അത് എങ്ങനെയായാലും അത് ഒരു ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 116 പവൻ എടുത്ത് വരും. അപ്പം അങ്ങനെയാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ കൺസൈൻമെന്റ് ആയി വരുന്നത് ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ആയിരിക്കും. അതിവിടെ വന്നിട്ട് അത് നമ്മുടെ ഈ അറേബ്യൻ സീയുടെ ഏതെങ്കിലും ചെറിയ അറിയപ്പെടാത്ത വള്ളത്തേലോ അല്ലെങ്കിൽ കെട്ടുവള്ളത്തേലോ അല്ലെന്നുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റിലെ കൊണ്ട് ഇവിടെ എറിഞ്ഞിട്ടിട്ട് പോകും. സ്പീഡ് ബോട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് അത് ബോംബെയിൽ എത്തിക്കും കോൺട്രാക്ട്. അത് നേരത്തെ അങ്ങനെയായിരുന്നു. ഞാനൊരു കേസ് അന്വേഷിച്ചത്, അത് ബോംബെ അധോലോകമാണ്. പാകിസ്ഥാൻ അബ്ദുൾ റഹ്മാൻ, അയാൾ ഇപ്പോഴും വാണ്ടഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു, അയാളെ പിടിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നണേ. ദാവൂദ് ഇബ്രാഹിമിൻ്റെയൊക്കെ ആ ഗ്യാങ്ങിലുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇന്നും അവർ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്, സ്വർണം കൊണ്ടുവരുന്നത്. അത് പുറംകടലിൽ കൂടെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ കോസ്റ്റൽ ബെൽറ്റിലുള്ള പോലീസും മറ്റേ ഇതുവരെ മറൈൻ പോലീസൊക്കെ വളരെ ശക്തമാണെങ്കിൽ ഇപ്പോഴും വരുന്നുണ്ട്. അതെങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. കാരണം സ്വർണ്ണം ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുക. പക്ഷേ സ്വർണം പൊട്ടിക്കലിൻ്റെ അകത്ത് നമ്മൾ എയർപോർട്ട് വഴി വരുന്ന സ്വർണ്ണമേ ഉള്ളൂ. അപ്പോൾ അത് ക്വാണ്ടിറ്റി കുറവാണ്.
ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ ആ, വിദേശത്ത് നിന്നും കടൽ മാർഗം നമ്മുടെ നാട്ടിലേക്ക് സ്വർണം എത്തുന്നു. അത് മുംബൈ ലോബിയാണ്, മുംബൈ അധോലോകമാണ് നിയന്ത്രിക്കുന്നത്. ഇവിടുന്ന് അതായത് ഓരോ കോൺട്രാക്റ്റ് ആയിട്ട് അന്യദേശത്ത് നിന്ന് നമ്മുടെ പുറംകടൽ വരെ, പുറംകടലിൽ നിന്ന് നമ്മുടെ തീരത്തേക്ക് എറിയാനായിട്ട് വേറൊരു ടീം ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ നിന്നും മുംബൈയിൽ എത്തിക്കാൻ പ്രത്യേക ടീം കോൺട്രാക്ട് അല്ലേ? അതെ. ഓക്കെ. അപ്പം അങ്ങനെ ഒരു കേസ് ഞാൻ അന്വേഷിക്കാൻ കാരണം ഈ ദാവൂദ് ഇബ്രാഹിമിനെ പാകിസ്ഥാൻ അബ്ദുറഹ്മാൻ്റെ കാലഘട്ടത്തിലൊക്കെ അന്ന് ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ആയ സമയത്ത് കാസർഗോഡിനും കണ്ണൂരിനും ഇടയ്ക്ക് അവിടെ വെച്ച് ഒരാളെ വെടിവെച്ച് കൊന്നു, ബോംബെ അധോലോകം. അപ്പം അവർ നേരത്തെ സ്വർണം കടത്തുന്ന കോൺട്രാക്ട് എടുത്തവരായിരുന്നു, കൊല്ലപ്പെട്ടവർ. ഒരാളെ കൊല്ലപ്പെട്ടു. അയാൾ ഇത് ഒറ്റ കൊടുത്തപ്പം കസ്റ്റംസിന് അയാൾക്ക് അതിൻ്റെ 1/3 മൊത്തം ടോട്ടൽ കോസ്റ്റ് കൊടുക്കും, റിവാർഡ് കൊടുക്കും. അവർ പറയുന്ന ബാങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് ഇട്ട് കൊടുക്കും. അത് റിവാർഡായിട്ടാണ്, രഹസ്യമായിട്ടാണ്. അങ്ങനെ 2 പേര് സ്വർണം പൊട്ടിക്കൽ ഇത് ബോംബെ എത്തിക്കേണ്ട സാധനം അവർ കസ്റ്റംസിന് ഒറ്റിക്കൊടുത്ത് പിടിപ്പിച്ചു കഴിഞ്ഞപ്പം അത് അവർ എത്രയോ കോടി രൂപ നഷ്ടം വന്നു. പക്ഷേ ബോംബെ അധോലോകം ഇവരോട് പറഞ്ഞു, നിങ്ങൾ ബോംബെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണ് സംഭവിച്ചത്. ഇവർ രക്ഷപ്പെട്ടു. പക്ഷേ അതിലൊരാളെ ബോംബെ അധോലോകം വന്ന് വെടിവെച്ച് കൊന്നു. ഓക്കെ. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അന്നേരം ഇയാളുടെ കിട്ടിയ പൈസയ്ക്ക് മുഴുവൻ അവിടെ ഒരു തിയേറ്റർ വാങ്ങിക്കുകയും അയാൾ ഒരു വീട് വെക്കുകയും ഒരു മാരുതി കാറൊക്കെ അന്ന് വലിയ കോസ്റ്റ്ലിയാണ്, ഒരു മാരുതി കാറൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അത് മനസ്സിലായി, ഇവൻ പൈസ അടിച്ചെന്ന് അവർക്ക് മനസ്സിലായി. ബോംബെ അധോലോകം വന്ന് വെടിവെച്ചു. ഈ കേസ് ഞാൻ അന്വേഷിച്ചത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഈ വെളിയിൽ നിന്ന് ഇങ്ങനെ കോൺട്രാക്റ്റിൽ സ്വർണം വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചത്. അപ്പോൾ അത്രയും സ്വർണത്തിന് അതിന് 10 ഇരട്ടി സ്വർണം ഇപ്പോൾ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നമ്മുടെ UAE കോൺസുലേറ്റിൽ കൂടെ സ്വർണം ഇറക്കി 21 തവണ ഇറക്കിയിട്ടുണ്ടെന്ന്. ഓക്കെ. നയതന്ത്ര ചാനൽ വന്നിട്ടുണ്ട്. അതിൽ അവസാനത്തെ വന്ന ഒരു കൺസൈൻമെന്റ് ആണ് പിടിക്കുകയൊക്കെ ചെയ്ത് പ്രശ്നമായത്. അപ്പം ബാക്കി സ്വർണം ഇവിടെ പോയി, ആര് കൊണ്ടുപോയി, അതേപ്പറ്റി ഒരു അന്വേഷണം നടന്നിട്ടില്ല. അപ്പം സ്വർണത്തിന്റെ ആവശ്യകത കൂടിയതുകൊണ്ട് UAE കോൺസുലേറ്റിൽ കൂടെയും കുറെ സ്വർണം വന്നു ഇല്ലേ. പിന്നെ ആരെങ്കിലും ഒക്കെ തന്നെ സ്വാധീനിച്ച് അപ്പം പല തന്ത്രത്തിൽ സ്വർണം വരുന്നുണ്ട് ഇവിടെ. അല്ലെങ്കിൽ ഇത്രയും സ്വർണം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പോൾ ആ സ്വർണം മുഴുവൻ ഇപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുറംകടലിൽ നിന്ന് വരുന്ന വരവ്, ആ സ്വർണം അത്രേൻ്റെ 10 ഇരട്ടിയെങ്കിലും ഇപ്പോൾ സ്വർണം വരുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ വരുന്നു എന്നാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. അപ്പം അതിന് ഗുണ്ടകളാണ് കൂടുതലും. ഈ സ്വർണം പൊട്ടിക്കലിനെല്ലാം ഗുണ്ടകളാണ്. എയർപോർട്ടിൽ വരുന്ന സ്വർണം അതിപ്പം നമുക്ക് ദുബായ് ഇതുപോലെയുള്ള ആൾക്കാർ ഒരു കുറച്ച് അവർ പറയുന്ന ഒരു പാഴ്സൽ തന്നേരെ നിങ്ങൾക്ക് ഇത്ര കോടി രൂപ തിരുവനന്തപുരത്ത് തന്നേക്കാം. പെണ്ണുങ്ങൾ പലരും ഇപ്പം അകത്ത് പോയി കിടപ്പുണ്ട്. ഇവിടെ കടിഞ്ഞംകുളം അതുപോലെ തന്നെ ഈ എയർപോർട്ടിനടുത്തുള്ള പലരും ഇങ്ങനെ പൈസ മോഹിച്ച് ഈ പൊതി കൊടുക്കുന്ന എല്ലുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അത് മുഴുവൻ സ്വർണ്ണമായിരുന്നു. അങ്ങനെ പല സ്ത്രീകളും അകത്ത് പോയിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ ചെറിയ പൈസയാണ് കിട്ടുന്നതെന്ന് തോന്നുന്നു. 10,000 20,000 അല്ല, അവർക്ക് 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം കിട്ടുമല്ലേ. അതൊക്കെ അങ്ങനെ തന്നെ. അപ്പം ഞാനതൊക്കെ കുറച്ച് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് അറിയാം. അപ്പം അങ്ങനെ സ്വർണം കൊണ്ടുവരുന്നവർക്ക് ധാരാളം പൈസ കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ കൊണ്ടുവരുന്ന സ്വർണം അത് കസ്റ്റംസിൻ്റെ ചിലപ്പം സഹായത്തെ ആയിരിക്കും. പക്ഷേ അങ്ങനെ വരുന്ന സ്വർണം ആ എയർപോർട്ടിന് വെളിയിലിറങ്ങുമ്പം ആ സ്വർണം കൊണ്ടുവന്നവരുടെ ഏജന്റുമാർ ഈ സ്വർണം അവർക്ക് പ്രൊട്ടക്ഷൻ 2-3 കാറിൻ്റെ പ്രൊട്ടക്ഷനോട് കൊണ്ടുപോകും. ഓക്കെ. അതാണ് റുട്ടീനായിട്ട്. അപ്പം ഇങ്ങനെ കൊണ്ടുവന്ന് അറിയാവുന്ന ഇവിടെ അയങ്കെ പോലുള്ളവർ ഇങ്ങനെ സ്വർണം കള്ളക്കടത്ത് വന്ന് ഇവരുടെ പ്രൊട്ടക്ഷന് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇവർ ഇൻ്റർസെപ്റ്റ് ചെയ്ത് ആ സ്വർണം അടിച്ചെടുക്കുന്നതിനാണ് സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൊള്ളസംഘത്തിന്റെ കയ്യിൽ നിന്നും സ്വർണം അടിച്ചു മാറ്റി സ്വർണം പൊട്ടിക്കൽ, തട്ടിയെടുക്കുന്നതിനാണ് സ്വർണം പൊട്ടിക്കൽ. അല്ല, ഡയറക്റ്റ് വരുന്നത് സ്വർണം പൊട്ടിക്കുന്നല്ല. അവര് പ്രൊട്ടക്ഷനോടുകൂടി ലീഗലായിട്ട് അവർ കടത്തിക്കൊണ്ട് വരുന്നത് മുഴുവൻ ലീഗലായിട്ടും ഉണ്ടാകാം, ഇല്ലീഗലായിട്ടും ഉണ്ടാകാം. എത്ര വേണേൽ സ്വർണം അതിന്റെ പൈസ അടച്ചാൽ നമുക്ക് എയർപോർട്ടിൽ കൂടെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്നത് സ്വർണം അവർ പ്രൊട്ടക്ഷനോട് അവരുടെ വസതിയിലേക്കോ ഷോപ്പിലേക്കോ കൊണ്ടുപോകുമ്പം അത് ഇന്റർസെപ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഈ അർജുൻ ആയെങ്കിൽ സംഘവും പണം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് അവർ എയർപോർട്ടിൻ്റെ അതിനടുത്ത് ഇതുപോലെ സ്വർണം പൊട്ടിക്കാരും മറ്റവരും തമ്മിൽ ഈ വണ്ടി ചേസ് ചെയ്ത് അത് കൂട്ടിയിടിച്ച് 5 പേര് മരിച്ചിട്ടുണ്ട്. ഇയാൾക്ക് അതിന് ഇൻവോൾവാണ്. ഇയാളുടെ കൂടെയുള്ളവരാണ് മരിച്ചിരിക്കുന്നത്. പിന്നെ ഈ സ്വർണം പൊട്ടിക്കുന്ന ആൾക്കാർ സ്വർണം കിട്ടാതെ വരുമ്പോൾ അവരെ ഇവർ ബലം പ്രയോഗിച്ച് പിടിച്ചോണ്ട് പോകും. പിടിച്ചോണ്ട് നീ എങ്ങനെയാണ് സ്വർണം ആരാണ് കൊണ്ടുപോയതെന്നുള്ള, ഇവിടെ ആരാണ് നിങ്ങൾ വന്നപ്പം പ്രൊട്ടക്ഷൻ ആരാണ് മാറ്റിയതെന്നൊക്കെ അവിടെ പോയി ഇവരത് അടിച്ച് തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെ ഇവരെ ചില ആൾക്കാരെ കൊണ്ടുപോകും. അങ്ങനെ കണ്ണൂർ ഒരു പയ്യനെ, അയാൾ ഗൾഫിലായിരുന്നു, അയാൾ സ്വർണം കൊണ്ടുവന്നു, അല്ലെങ്കിൽ ആ കൊണ്ടുവന്ന സമയത്ത് അത് കൊടുത്ത ആൾക്കാർക്ക് ഏൽപ്പിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളെ മാറ്റിയതാണ്. അയാളെ വിളിച്ചുകൊണ്ട് പോയി
അയാളെ പിന്നെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മലയുടെ മുകളിൽ വെടിവെച്ച് കൊന്നിട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആ ഏരിയ ഇതുവരെ ആ കേസ് തെളിഞ്ഞിട്ടില്ല. അതേസമയത്ത് അയാളുടെ ഒരു ബന്ധുവാണ് അയാളെ അവിടുന്ന് വിളിച്ചുകൊണ്ട് പോയത് വീട്ടിൽ നിന്ന്. ആ ബന്ധുവിനെ പ്രതിയാക്കി. പക്ഷേ അയാൾ പറയണം അയാൾ ഇന്നടത്തുകൊണ്ട് ഏൽപ്പിച്ചു എന്ന് പറയുന്നത്. അതൊക്കെ പിന്നെ അയാളുടെ വീടിൻ്റെ അവിടുന്ന് എങ്ങാണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു തോക്ക് കിട്ടി. ആ തോക്കുകൊണ്ടാണ് മറ്റേയാളെ വെടിവെച്ചു വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി ഇതുണ്ട്. അതുപോലെ മാമി തിരോധാനമുണ്ട് കോഴിക്കോട്. അയാൾ വലിയൊരു വ്യവസായിയായിരുന്നു. വ്യവസായി എന്ന് പറഞ്ഞാൽ അയാൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായിരുന്നു. സ്വർണ്ണക്കടത്തും ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല. അയാൾ ആ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് പോയി അവിടെ ഇയാളെ പള്ളിയിലൊരു മുസ്ലിം പള്ളിയിൽ പ്രേയറിനെ കണ്ട് ചെന്ന് നിൽക്കുന്ന CCTV ദൃശ്യം കാണുന്നുണ്ട്. പിന്നെ ഇത് കുറേ വർഷങ്ങളായിട്ട് അയാളെ കാണാനില്ല. മിസ്സിങ് ആണ്. അവർ പണമുള്ളവരെ മിസ്സിങ് ആകുന്നുണ്ട്, റിയൽ എസ്റ്റേറ്റ് സ്വർണ്ണമായിട്ട് ബന്ധമുള്ളവർ മിസ്സിങ് ആകുന്നുണ്ട്, ധാരാളം സംഭവങ്ങളുണ്ട്. ഇതിനൊന്നും നമുക്ക് ഒരു കൃത്യമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇവർക്ക് എനിക്ക് തോന്നുന്നു ഈ ഗുണ്ടകൾക്ക് സ്വാധീനമുണ്ട്. പോലീസിലും ചിലപ്പോൾ പരിചയം കാണും. അല്ലെ കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഗുണ്ടകളെ സംരക്ഷിക്കുന്നുണ്ടല്ലോ. നേരത്തെ ഉദ്യോഗസ്ഥരുണ്ട്. അവരുമായിട്ട് ഒന്നിച്ച് അവരെ കല്യാണത്തിന് പോവുക, പാർട്ടി പങ്കെടുക്കുക. അവിടെ നിന്നാൽ ഒരു DYSP അവർ ഗുണ്ടകളുടെ വീട്ടിൽ കല്യാണ സമയത്ത് വേറെ അവിടുത്തെ ലോക്കൽ SI CA അവിടെ വന്ന് ചെക്കിങ്ങിന് വന്നപ്പോൾ ഈ DYSP കയറി ബാത്റൂമിനകത്ത് കയറി ഒളിച്ചു. അതൊക്കെ നമ്മൾ അപ്പോൾ അങ്ങനെ ബാഡ് എലിമെൻസുമായിട്ട് ബന്ധമുള്ള പല ഓഫീസേഴ്സും ഉണ്ട് ഇന്നുകൊണ്ട് സർവീസിലൊക്കെ. അപ്പോൾ അവരെയൊക്കെ ടെർമിനേറ്റ് കളയണമെന്നാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഇപ്പം കണ്ടില്ലേ, ഇയാൾ 10 വർഷം കൊണ്ട് വളർന്നത് എങ്ങനെയാണ്? കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്, കുറേ ആൻറ്റി സോഷ്യൽ എലിമെൻസിൻ്റെ പ്രൊട്ടക്ഷൻ കൂടിയാണ് ഇവന് ഇത്രയും ധൈര്യം വരുന്നത്. കറക്റ്റ്. അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ നമ്മൾ ടെർമിനേറ്റ് ചെയ്ത് കളയണമെന്നാണ് ഞാൻ പറയുന്നത്. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ പ്രൊവിഷൻ മാറണം ഇങ്ങനെയുള്ളവരെയൊക്കെ. കാരണം അങ്ങനെ നമുക്ക് തൂക്കിക്കൊല്ലാനൊക്കെ അനുമതി ഉണ്ടെങ്കിലും സുപ്രീം കോടതിയിലെ സാങ്ഷനോടെയൊക്കെ ചെയ്യുന്നെങ്കിലും ഇവരെ പല സ്ഥലത്തും റിസ്കി ആയിട്ടുള്ളവരെ സമൂഹദ്രോഹികളായവരെ വെടിവെച്ച് പിടിക്കാനും നമുക്ക് അവകാശമുണ്ടല്ലോ, പോലീസിന് അധികാരമുണ്ടല്ലോ. അത് UP-യിലും തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ആൻറ്റി സോഷ്യൽ എലിമെൻസിനെ ഒരു ഭാഗം കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരും കുറേ രാഷ്ട്രീയക്കാരും കൂടിയാണ് വളർത്തുന്നത്. അപ്പോൾ ഇതിനൊരു പ്രതിവിധി ഉണ്ടായേ പറ്റുള്ളൂ. അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഈ കീ പോസ്റ്റിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറയാം താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഒക്കെയാണ് ഇവരെ സംരക്ഷിക്കുന്നതെന്നൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്, അല്ലേ? അത് തീർച്ചയായും അത് ശരിയാണ്. കുറേയൊക്കെ കാരണം ഇത് പല പോലീസ് ഓഫീസിൽ അധികാരത്തിലിരിക്കുന്ന പലർക്കും മണി ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇമാർ കൊണ്ടു കൊടുക്കുന്ന പൈസ വാങ്ങിച്ച് കുറച്ചൊക്കെ അവരോട് സോഫ്റ്റ് കോർണർ കാണിക്കും. അപ്പോൾ അത് അവർക്കൊരു പ്രൊട്ടക്ഷനാണ്. ഓക്കെ. അങ്ങനെ വഴങ്ങാത്ത പോലീസ് ഉദ്യോഗസ്ഥരെ പലപ്പോഴും സസ്പെൻഷനിലും സ്ഥാനക്കയറ്റം തടഞ്ഞും ഒക്കെ തന്നെ ദ്രോഹിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? അത് പോലീസ് ഒരു കമ്മിറ്റഡ് സർവീസ് അല്ലേ. കാരണം അല്ലാത്തവന്മാർ ഇതിനകത്ത് ഇരിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് നമ്മൾ വിചാരിച്ച ഒരു സുഖമായിട്ട് സർക്കാരിൻ്റെ ഒരു ജോലി, സെക്രട്ടറിയേറ്റ് എന്ന ജോലി പോലെ അല്ല ഇത്. അതിൽ റിസ്ക്കിയാണ്, ലൈഫിൽ റിസ്ക്കിയാണ്. അങ്ങനെയുള്ള ജോലി, അങ്ങനെയുള്ള തയ്യാറുള്ളവർ മാത്രമേ പോലീസ് വരാത്തുള്ളൂ. ഇപ്പോൾ ഓപ്പറേഷൻ ഗ്രിപ്പ്, അതായത് ഗുണ്ടകളെ ഒതുക്കാൻ വേണ്ടി ഒരു ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രയേറെ ഗുണ്ടകളുണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലേ? ആയിരക്കണക്കിന് ഗുണ്ടകളുണ്ട് നമുക്ക്. പിന്നെ ഗുണ്ടകളെ സംരക്ഷിക്കുന്ന അതേ മൈൻഡുള്ള പല ആൾക്കാരും കേസിൽ ഉൾപ്പെടാതെ ധാരാളം പേരുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അർജുൻ ആയങ്കിക്ക് ലൈക്ക് അടിക്കുന്നവന്മാർ എത്രയുണ്ട്? അയാൾക്ക് ഫണ്ട് കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞില്ലേ, 16,000 രൂപ കണ്ട് ഇപ്പം വന്നിരിക്കും ക്രൗഡ് ഫണ്ടിങ്. അപ്പം അങ്ങനെ അയാളുടെ സിമ്പതിയുള്ളവരും അയാളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ക്രിമിനലിനെ ഇഷ്ടപ്പെടുന്ന ആൾ. അങ്ങനെയുള്ളവന്മാർക്ക് ഒരു ശാസ്ത്രത്തെ ഒരു സമാധാനത്തോടെ ജീവിക്കാൻ അവസരം കൊടുക്കരുത്. അവരെ ഈ കേസിനകത്ത് പ്രതിയാക്കണം. ഇപ്പോൾ കൊട്ടേഷൻ നടപടികളൊക്കെ ഏറ്റെടുക്കുന്നത് ഗുണ്ടകളായിരിക്കുമല്ലോ. ഇവരൊക്കെ പലതരത്തിൽ ഉള്ള കൊട്ടേഷനുകൾ ഏറ്റെടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു കൊട്ടേഷൻ ആണ് അവരുടെ വരുമാന സ്രോതസ് എന്ന് തോന്നുന്നു, അല്ലേ? അതെ. കേരളം മുഴുവൻ എല്ലാ ഗ്രാമങ്ങളിൽ ഫ്ലാറ്റ് വെക്കുന്നുണ്ട്. ഫ്ലാറ്റ് വെക്കുന്ന ഒരു സ്ഥലം എടുക്കുന്ന സ്ഥലത്ത് പല 8-10 പേരുടെ സ്ഥലമായിരിക്കും എടുക്കുന്നത്. എന്നിട്ടാണ് ഫ്ലാറ്റ്. അതിൽ 3-4 പേരൊക്കെ ഉടക്കായിരിക്കും, അവർ കൊടുക്കില്ല. പിന്നെ അതിന് വളരെ ഈസിയാണ്. 1,00,000 രൂപ ഒരു അറിയപ്പെടുന്ന ഗുണ്ടയാണെങ്കിൽ തിരുവനന്തപുരത്ത് എനിക്ക് പല സംഭവം അറിയാം. അവിടെ പോയി ആ സ്ഥലത്തിൻ്റെ ആ വീട്ടുകാരുടെ അടുത്തെല്ലാം പോയി നിന്ന് കൊടുത്താൽ മതി. ഇവർ എനിക്ക് താല്പര്യമുള്ളതെന്ന് പറഞ്ഞാൽ അവർ കിട്ടുന്ന വില മാറ്റിട്ട് പോകും. ഓക്കെ. അപ്പം ഗുണ്ടകൾക്ക് മാർക്കറ്റുണ്ട്. ഫ്ലാറ്റ് കൺസ്ട്രക്ഷൻ എടുത്ത് നല്ല മാർക്കറ്റാണ്. തിരുവനന്തപുരത്ത് എത്ര സംഭവം ഉണ്ടായി. ഗുണ്ട അവിടെ മതി. ഇവിടുത്തെ ഞാൻ എനിക്കറിയാം, അവരെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഇവിടെ പല സന്ദർഭത്തിൽ ഓംപ്രകാശവും പുത്തപ്പല രാജേഷും ഒക്കെ ഗുണ്ടകൾ അവിടെ പോയി നിന്നിട്ടുണ്ട്. പ്രശ്നം തീർന്നു, ഡിസ്പ്യൂട്ട് തീർന്നു. ഇപ്പോൾ ഇതിനിടയിൽ ചില അതായത് ഒരു മനുഷ്യപ്പറ്റില്ലാത്തവരാണല്ലോ ഗുണ്ടകളായി വരുന്നത്. പക്ഷെ ചിലരൊക്കെ ചില നല്ല പരിവേഷമുള്ള ഗുണ്ടകളും ഉണ്ട് എന്ന് തോന്നുന്നു. അത് ചിലപ്പോൾ സൃഷ്ടിച്ചെടുക്കുന്ന പരിവേഷമായിരിക്കും, അല്ലേ? ആയിരിക്കാം. ഗുണ്ടകളെന്ന് പറഞ്ഞാൽ ആ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മൾ വിചാരിച്ച ഒരു ഓണസ്റ്റ് ആൾക്കാരൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലും മറ്റ്
അവരൊന്നും ഓണസ്റ്റ് അല്ല. പക്ഷേ ഈ ഒരു ഗുണ്ടകൾ ക്രൈമിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്തു നിന്ന് നോക്കുന്നവർ വിചാരിക്കും ഈ ഒരു ആയുധവും കൊണ്ട് ഭീഷണിപ്പെടുത്തിയൊക്കെ ജീവിക്കുന്നു. പക്ഷേ അവരുടെ ജീവിതം ഒരു കാരണവശാലും കംഫർട്ടബിൾ ആയിരിക്കില്ല. എപ്പോഴും ഒരു ഓട്ടമായിരിക്കും അല്ലേ അത് തീർച്ചയായിട്ടും നിലനിൽപ്പിന് വേണ്ടി. അത് തന്നെ നമ്മൾ ഇവിടെ എത്ര കേസ് കണ്ടുല്ലേ. തിരുവനന്തപുരത്ത് നമുക്ക് നഗരത്തിൽ പല സ്ഥലത്തും ഗുണ്ടകളെ എതിർ ഗുണ്ടകളെ വെട്ടിക്കൊല്ലി നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെ വെട്ടിക്കൊല്ലി വിജയിച്ചു എന്ന് കാണിക്കുന്നത് എങ്ങനെയാണ്? അവൻ്റെ കാല് വെട്ടി അന്തരീക്ഷത്തിൽ പൊക്കിപ്പിടിച്ച് ബൈക്കിലും കാറിലൊക്കെ ഇങ്ങനെ എഴുന്നള്ളിച്ച് പോയിട്ടാണ് അവനെ വിൻ ചെയ്തെന്ന് കാണിക്കുന്നത്. അതാണ് അവരുടെ സംസ്കാരം. നമ്മൾ കാണുന്നില്ലേ എത്രയോ പേര്. ഇപ്പം തമിഴ്നാട്ടിലുള്ള ഇവിടെ ഞാനറിയാം ഒരു ഗുണ്ടയുടെ കാല്, നാഗർകോവിലുള്ള ഗുണ്ടയുടെ കാല് ഇവിടെ പൂന്തറയിലെ ഒരു വേസ്റ്റിനകത്ത് കിടന്നു. അവിടുത്തെ ഒരു ഗുണ്ടയുടെ കാല്. അവിടെ കേസുണ്ട് അവിടെ. അപ്പോൾ ഇവിടുന്ന് അവിടെ പോയി നിൽക്കുന്ന ഗുണ്ടകളുണ്ട്. അവിടെ ചില പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഗുണ്ടയെ സൂത്രത്തിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് അവനെ കൊന്നുകളയും. അവിടെ ഒരു കാല് കിടപ്പുണ്ട്. അതിന് കേസ് കൊടുത്ത ആൾ പിന്നെ ഡിറ്റക്ഷനായി പൂന്തറ പോലീസ് സ്റ്റേഷനിൽ വേസ്റ്റിനകത്ത്. നാഗർകോവിലുള്ള ഗുണ്ടയുടെ കാല് കിടപ്പുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരിയാ വരുന്നത്. പക്ഷെ ഒരു ജീവിതം പോയില്ലേ. അതെ, അതാണ് ഇത്തരത്തിൽ ഈ ക്രൈമുകളുടെ ലോകത്ത് നിന്നും തിരിച്ചു വരവ് അസാധ്യമായിരിക്കും തോന്നുന്നല്ലേ. പലരുടെ അനുഭവം അങ്ങനെയാണെന്ന് തോന്നുന്നു. വരാൻ കഴിയില്ല. സ്ലിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടത്തില്ല. പിന്നെ അവൻ്റെ അന്ത്യം പ്രശ്നമാണ്. ഫാമിലി ലൈഫും കുടുംബ ലൈഫും അവൻ്റെ മാതാപിതാക്കളൊപ്പം ജീവിതം ഒന്നും നടക്കില്ല. കാരണം എപ്പോഴും ത്രെട്ടാണ്. ഒരിക്കലും ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പോക്കാം. ഒന്നുകിൽ എതിർ ഗ്യാങ് അല്ലെങ്കിൽ പോലീസ്. അവർ നമ്മുടെ ഒരു പോലീസ് ഒരു സബ് ഇൻസ്പെക്ടർ അയാൾ പ്രൊമോട്ട് ചെയ്ത് വന്ന ആളാണ്. അയാൾ റിട്ടയർ ചെയ്ത് അയാളെ കൊച്ചുമകൻ. വലിയ ആരാധനയാണ് ഗുണ്ടകളോട്. പത്രത്തിലും ടി വിയിലും കൊണ്ട് ആരാധന ആയിക്കഴിഞ്ഞു. ഒരു ഗുണ്ടയുടെ അടുത്ത് പോയി പരിചയപ്പെട്ടു. ആ പയ്യൻ 19 വയസ്സിൽ ഒരു മർഡർ കേസിൽ പ്രതിയായി അവരോട് ജീവരുന്ന തടവിനകത്ത് പോയി കണ്ടില്ലേ. ഏത് രീതി പോകേണ്ട കുട്ടിയാണ്. സ്ലിപ്പാവുക പോയി. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതോടുകൂടി ഇത്തരത്തിൽ ഈ ഗുണ്ടകളോട് ആരാധന ഉള്ള കുറേ പേരുണ്ട്. ഈ ആൻറ്റി ഹീറോയിസം അവർക്കൊരു ലഹരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിലുള്ളവരെ ആരാധിക്കുന്നവർക്ക് ഈ സോഷ്യൽ മീഡിയ ഒരു വഴിയൊരുക്കുകയും കൂടെ ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇവർക്കൊക്കെ ഇപ്പം ഇൻസ്റ്റയിൽ പേജുണ്ട്, ഫേസ്ബുക്കിൽ പേജുണ്ട്. അതിലൂടെയൊക്കെ തന്നെ ഇവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ എനിക്ക് ഒന്ന് ശക്തമായ നടപടി വേണമെന്ന് തോന്നുന്നു. ഇവർ ഏതെങ്കിലും വിധത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഹീനകൃത്യങ്ങളുടെ കാര്യങ്ങൾ സന്ദേശമായൊക്കെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഭീഷണി സന്ദേശം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നടപടി എടുക്കണമെന്ന് തോന്നുന്നു. അതേ പറയും. സോഷ്യൽ മീഡിയയിൽ ഈ ആൻറ്റി നമ്മൾക്ക് പല ആൾക്കാരും കൊള്ളാവുന്നവരും ഉണ്ട്. പക്ഷെ അവരുടെ മൈൻഡ് അത്ര ശരിയല്ല. നല്ല ആൾക്കാരെ നമ്മൾ കരുതുന്നവരും പലരും സോഷ്യൽ മീഡിയ ഇട്ട് കഴിഞ്ഞാൽ വളരെ മ്ലേച്ഛമായ പദങ്ങൾ ഉപയോഗിക്കുന്നവരും മ്ലേച്ഛമായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നവരും അതുപോലെ ക്രൈമിനെയൊക്കെ പൂർത്തി സംസാരിക്കുന്നവരൊക്കെ ധാരാളം പേരുണ്ട്. അവർക്കൊക്കെ എതിരായിട്ട് നടപടി വരണമെന്നേ. പോലീസ് വളരെ വിപുലമായ രീതിയിൽ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തെങ്കിൽ നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കണം. കാരണം അങ്ങനെ ഒരു കുട്ടികളെയൊക്കെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇപ്പം ആയങ്കിക്ക് എന്തുമാത്രം ആൾക്കാർ ശ്രദ്ധിക്കുന്നു. അവനെ ഫോളോവേഴ്സ് ഉണ്ട്. ക്രിമിനൽ മൈൻഡുള്ള പല ആൾക്കാരും ക്രിമിനൽ അല്ല എങ്കിലും അവനെ ലൈക്ക് അടിക്കുന്നു, അവനെ പുകഴ്ത്തി പറയുന്നു. അങ്ങനെയുള്ളവർക്കൊരു പാഠം വേണ്ടേ? അങ്ങനെയുള്ളവരെ ബുക്ക് ചെയ്യാനുള്ള സംവിധാനം പോലീസ് എടുക്കണം. കറക്റ്റ്. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം ചോദിക്കുകയാണ്. അതായത് സിനിമകളെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് വേൾഡിൻ്റെ നിലനിൽപ്പൊക്കെ വലിയ കാര്യമാണ് എന്നൊക്കെ പറയുമ്പോഴും ചില ആൻറ്റി സോഷ്യൽ എലമെൻസിനെ അല്ലെങ്കിൽ ചില കുറ്റവാളികളെ സിനിമകളിലൂടെ അവതരിപ്പിക്കാറുണ്ട്. അതൊക്കെ ആൻറ്റി ഹീറോയായിട്ടാണ് അവതരിപ്പിക്കുന്നതെങ്കിലും അതും ഒരു തെറ്റായ സന്ദേശം കൊടുക്കില്ലേ? അവരെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത്, കുറ്റവാളികളെ ഗ്ലോറിഫൈ ചെയ്ത് അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അത് സിനിമയിൽ അത് കലാകാരന്മാർക്ക് എന്ത് വേണേൽ എക്സ്പ്രസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിലും പല സിനിമയിൽ എങ്ങനെയാണ് കൊല്ലുന്നതെന്ന് പഠിപ്പിക്കുന്നുണ്ട്. കഴുത്ത് വെട്ടിക്കൊണ്ട് ഇങ്ങനെ പിടിക്കുന്ന എത്ര നമ്മൾ കണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഭീകരമായ വിവത്സമായ രംഗങ്ങളൊന്നും പാടില്ലല്ലേ. അത് സമൂഹത്തിന് മേത്തെ ഒന്നാതെ ഇപ്പോഴത്തെ ജനറേഷൻ മുഴുവൻ എപ്പോഴും 90% ആൾക്കാരും സിനിമയല്ലേ കാണുന്നത്. അപ്പം അതിനകത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുന്നത്. ഇപ്പം അമേരിക്കയിലെ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആത്മഹത്യയുള്ള വാക്ക് കുട്ടികളുടെ ആത്മഹത്യ ഉപയോഗിക്കാൻ പറ്റില്ല. കണ്ടില്ലേ? അത് കർശനമാണ്. ഇപ്പം യൂട്യൂബിലും ഒക്കെ. അപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ സിനിമ ആയാലും ശരി അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും സെൻസർ ചെയ്തേ പറ്റുള്ളൂ. സെൻസറിങ് നടക്കണം. അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ അവർ സെൻസർ ചെയ്ത് ഇവിടെ നമ്മൾ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്ന് ഗവൺമെൻറ് തീരുമാനം എടുക്കണമല്ലോ. അതെ, അങ്ങനെ പറ്റുള്ളൂ. എന്നാലും ഇതിൽ നിന്ന് ആൾക്കാർ മാറുകയുള്ളൂ. ഇപ്പം
എന്ത് തോന്നിയാസവും വേണേൽ സിനിമയിൽ കാണിക്കാം, അത് സിനിമയുടെ ഇതുകൊണ്ട് അത് എക്സ്പ്രസ് ചെയ്യുന്നതിന് തടസ്സമില്ല എന്നൊക്കെ പറയാം. അല്ല, സാമൂഹ്യമായ ഒരു മെസ്സേജ് കൊടുക്കണം. സമൂഹത്തെ തെറ്റായി ഞാനിപ്പം തന്നെ ഈ 124A എന്നൊക്കെ പറയാനുള്ള കാരണം അത് ഭരണഘടനയ്ക്ക് എതിരായിട്ട് പോകുന്ന ഒരു പ്രവൃത്തിയാണ് ആയെങ്കിൽ ചെയ്യുന്നത്. കാരണം അവൻ ചെയ്യുന്ന ഈ ക്രൈം മുഴുവൻ ഗ്ലോറിഫൈ ചെയ്യും, അത് നല്ലതാണ്, അങ്ങനെ കുറച്ച് ആൾക്കാരെ അവൻ സംഘടിപ്പിക്കുകയാണ്, ഓരോ ജില്ലകളിൽ പോയി അവന് ഇതുപോലെ ആൾക്കാരെ ക്രിമിനൽസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. അതൊക്കെ ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ്. അങ്ങനെയുള്ള കേസ് എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. യെസ്, തീർച്ചയായിട്ടും. ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 506 പോലീസ് ഉദ്യോഗസ്ഥർ കുപ്രസിദ്ധ ഗുണ്ടകളുമായി ബന്ധപ്പെട്ടതിന്റെ രേഖകൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇടതുപക്ഷമാണ് അത് പ്രോത്സാഹിപ്പിച്ചത്, പുറത്തുവിട്ടത്. ഓക്കെ. അപ്പോൾ 2500 മുതൽ 3000-ഓളം ഗുണ്ടകൾ കേരളത്തിലുണ്ട് എന്നും നമുക്ക് കണക്കുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങ് പറഞ്ഞനുസരിച്ച് ഞാൻ ഒന്നുകൂടി പറയാം, 124A അതുപോലെ തന്നെ 124A അതുപോലെ തന്നെ 107 CRPCയും ചുമത്തിയുള്ള നടപടികളിലേക്കാണ് പോലീസിന്റെ പോകേണ്ടത് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും ഗുണ്ടകൾ നാടിനാപത്താണ്, ശാപമാണ്, സ്വൈര ജീവിതത്തിന് എന്നും ഒരു തടസ്സമാണ്. അവർ അൺവാണ്ടഡ് എലമെന്റ്സ് തന്നെയാണ്. ഇവരെ തിരുത്തുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ശക്തമായ നടപടിയിലേക്ക് തന്നെയാണ് പോകേണ്ടത് എന്നാണ് ശ്രീ ജോർജ് ജോസഫ് സാർ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി അവരെ നിയമപരമായി അവർക്ക് അവരുടെ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ പൂട്ടിടുന്ന തരത്തിൽ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. പോലീസ് അതിനുള്ള സത്യസന്ധതയും ആർജവവും കാണിക്കണം. കാരണം നിങ്ങൾ നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, നിയമപാലനത്തിന് വേണ്ടിയാണ് ഈ കാക്കി കുപ്പായം ഇട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ജോലിയിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനുള്ള ആർജവം കാണിക്കുക. ജനങ്ങൾ അല്ലെങ്കിൽ നാട് നിങ്ങൾക്കൊപ്പം നിൽക്കും. ടൈൻറ്റഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് തീർച്ചയായും നിങ്ങളെ തടസ്സപ്പെടുത്തിയേക്കും, മേലുദ്യോഗസ്ഥർ നിങ്ങളെ മാനസികമായി ഹറാസ് ചെയ്തേക്കും. അതൊക്കെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും പോലീസ് ആർജവത്തോടെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഓപ്പറേഷൻ ഗ്രിപ്പ് വിജയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കാരണം നമ്മുടെ കുട്ടികൾ നല്ലത് കണ്ട് വളരട്ടെ, നമ്മുടെ ജീവിതം സമാധാനപൂർണ്ണമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുങ്ങട്ടെ. വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. താങ്ക് യു വെരി മച്ച്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം. നമസ്കാരം.